به أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. മാതാപിതാക്കളുടെ ഹക്ക്, മാതാപിതാക്കളോടുള്ള ബാധ്യത എന്താണ് എന്ന് പറയുന്ന ഹദീസുകൾ വായിച്ചു. അതിലൊരു ഹദീസ് ബാബു ദഅവത്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ ദുആയുമായി ബന്ധപ്പെട്ട ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുന്നതായി കേട്ടു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. സഹാബി പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മാ തകല്ലമ മൗലൂദുൻ മിനൻ നാസി ഫീ മഹ്ദിൻ ഇല്ലാ ഈസ ഇബ്നു മർയം സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബു ജുറൈജ്. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച കുട്ടികൾ, ചെറിയ പ്രായത്തിൽ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച കുട്ടികൾ, ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം, ഖുർആൻ പറഞ്ഞതാണ്, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഈസാ നബിയുടെ വാക്കാണ്. തൊട്ടിൽ വെച്ചാണ് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചത്. യഹൂദികൾ മറിയം ബീവിയെ വ്യഭിചാര ആരോപണം നടത്തുകയും അത് സഹിക്കാൻ കഴിയാതെ ആ അവസ്ഥയിൽ എത്തിയപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്നുള്ള ആ വാക്ക്. രണ്ടാമത്തത് വസാഹിബു ജുറൈജ്, സാഹിബു ജുറൈജ്. ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വമാ സാഹിബു ജുറൈജ്, അല്ലാഹുവിന്റെ റസൂലെ ഈ ജുറൈജിന്റെ ആളെന്താണ്, എന്താണ് ആ സംഭവം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, فإن جريجا كان رجلا راهبا في صومعة له. ജുറൈജ് എന്നുള്ള ഒരാള് ഒരു ആബിദാണ്, അഥവാ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ചെറിയൊരു വീടുണ്ട്, സൗമഅത്ത്. സൗമഅത്ത് എന്ന് പറയുമ്പോൾ ഇബാദത്തിന് വേണ്ടിയുള്ള സ്ഥലത്തിനാണ് പറയാം. അപ്പൊ അവിടെ അദ്ദേഹം ഇബാദത്തിലായി കഴിഞ്ഞുകൂടാണ്. وكان راعي بقر يأوي إلى أسفل صومعته. അദ്ദേഹത്തിന്റെ ആ കൂടാരം, ഇബാദത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ ആ വീട്ടിന്റെ താഴ്ഭാഗത്ത് ഒരു പശുക്കളൊക്കെ മേയിക്കുന്ന ഒരാള് താമസിക്കാറുണ്ട്. وكانت امرأة من أهل القرية تختلف إلى الراعي. ആ ഗ്രാമത്തിലുള്ള ഒരു പെണ്ണ് ഈ പശുവിനൊക്കെ മേയ്ക്കുന്ന ആളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അവള് വേശ്യയായിരുന്നു. فأتت أمه يوما فقالت. അങ്ങനെ ഈ ജുറൈജ് അദ്ദേഹത്തിന്റെ ഈ വീട്ടിൽ, അദ്ദേഹം ഇബാദത്തിന് വേണ്ടി തയ്യാറാക്കിയ ആ വീട്ടിൽ ഇബാദത്തിനായി കഴിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു ദിവസം വന്നു. فقالت يا جريج وهو يصلي. അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ഉമ്മ വന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു, യാ ജുറൈജ് എന്ന് വിളിച്ചു. ഫഖാല ഫീ നഫ്സിഹി, ഇദ്ദേഹത്തിന് നിസ്കാരത്തിലാണ്, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, സുന്നത്ത് നിസ്കാരം. അപ്പൊ ഈ സുന്നത്ത് നിസ്കാരത്തിലായിരിക്കെ ഉമ്മാരെ വിളി അദ്ദേഹം കേട്ടു. അപ്പൊ അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, വഹുവ യുസല്ലി ഉമ്മി വസലാത്തി, എന്ത് ചെയ്യണം, എൻ്റെ ഉമ്മയാണ് വിളിക്കുന്നത്, ഞാൻ നിസ്കാരത്തിലാണ്, സുന്നത്ത് നിസ്കാരത്തിലാണ്, എൻ്റെ ഉമ്മയാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ സംശയമുണ്ട്, എന്ത് ചെയ്യണം, ഏതിനാണ് മുൻതൂക്കം നൽകേണ്ടത്, ഉമ്മാരെ വിളിക്ക് ഉത്തരം നൽകണോ അതല്ല നിസ്കാരം പൂർത്തിയാക്കണോ? അദ്ദേഹം
നിസ്കാരത്തിന് മുൻതൂക്കം നൽകി. അദ്ദേഹം ഒരു ആബിദായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, അദ്ദേഹം ആലിമായിരുന്നില്ല, ഇൽമുള്ള ആളായിരുന്നില്ല. അദ്ദേഹം ഒരു ആബിദായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? നിസ്കാരത്തിന് മുൻതൂക്കം നൽകി. ثم صرخت به الثانية. രണ്ടാമത്തെ പ്രാവശ്യവും അദ്ദേഹത്തിന് ഉമ്മ എന്ത് ചെയ്തു? വിളിച്ചു, ഒച്ചത്തിൽ വിളിച്ചു. ഫഖാല ഉമ്മി വസലാത്തി. അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഉമ്മാരെ വിളിക്കുത്തരം നൽകണോ അതല്ല നിസ്കാരം തുടരണോ? ഫറഅ ഫീ നഫ്സിഹി. അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ തോന്നി, അൻ യുഅ്സിറ സ്വലാത്തഹു ثم صرخت به الثالثة. രണ്ടാമത്തെ പ്രാവശ്യം ഉമ്മ വിളിച്ചപ്പോൾ അദ്ദേഹം നിസ്കാരത്തിൽ പൂർത്തീകരിക്കുന്നതിന് മുൻതൂക്കം നൽകി. ഉമ്മ മൂന്നാമതും വിളിച്ചു. അദ്ദേഹം ഉമ്മാരെ വിളിക്ക് ഉത്തരം നൽകിയില്ല, നിസ്കാരത്തിൽ തുടരാൻ തീരുമാനിച്ചു. ഈ സമയം ഫലമ്മാ ലം യുജ്ബിഹ, മൂന്നാമത്തെ പ്രാവശ്യവും വിളിച്ചിട്ട് മകൻ ഉത്തരം നൽകാതിരുന്നപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ലാ അമാതക അല്ലാഹു യാ ജുറൈജ് ഹത്താ തൻദുറ ഫീ വജ്ഹിൽ മൂമിസാതി ثم انصرفت. ആ ഉമ്മ ഒരു ശാപ പ്രാർത്ഥന നടത്തി ഇബാദത്തിലായിരിക്കുന്ന മകനിക്കെതിരെ. ലാ അമാതക അല്ലാഹു യാ ജുറൈജ്, ജുറൈജ നിന്നെ അല്ലാഹു മരിപ്പിക്കൂല. ഹത്താ തൻദുറ ഫീ വജ്ഹിൽ മൂമിസാത്, ഒരു വേശ്യയുടെ മുഖത്ത് നീ നോക്കുന്നത് വരെ അല്ലാഹു നിന്നെ മരണപ്പെടുത്തൂല. നീ നിന്ദനായിക്കൊണ്ട് ഒരു വേശ്യയുടെ മുഖത്ത് നോക്കി നിൽക്കേണ്ടി വരും. ഉമ്മയുടെ ശാപ പ്രാർത്ഥന. അങ്ങനെ ഉമ്മ ثم انصرفت, ഉമ്മ പോയി. ആ ശാപ പ്രാർത്ഥന നടത്തിയിട്ട് ഉമ്മ പോയി. അങ്ങനെ ഫഉതിയൽ മലികു ബിതിൽകൽ മർഅതി വലദത്. ദിവസങ്ങൾ കഴിഞ്ഞ് ആ വേശ്യപ്പെണ്ണ് പ്രസവിച്ചു. ആ രാജാവ് ആ വേശ്യപ്പെണ്ണിന്റെ കുട്ടിയുമായിട്ട് ജുറൈജിന്റെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, മിമ്മൻ. ആ പെണ്ണിനോട് ചോദിച്ചു, ഇതാരിൽ നിന്നാണ് ഈ കുട്ടിയുള്ളത്? ആ പെണ്ണ് പറഞ്ഞു, മിൻ ജുറൈജ്. ആ വേശ്യപ്പെണ്ണ് പറഞ്ഞു, ഇത് ജുറൈജിന്റെ കുട്ടിയാണ്. ഖാല അസ്ഹാബു സൗമഅ. അപ്പൊ രാജാവും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും ആകെ അത്ഭുതപ്പെട്ടു. ആ ഇബാദത്തിലായി കഴിയുന്ന ജുറൈജിന്റെ കുട്ടിയാണോ ഇത്? അദ്ദേഹം നാട്ടുകാർക്ക് മുമ്പിൽ നല്ലൊരാളായിരുന്നു. ഖാലത് നഅം. ആ വേശ്യപ്പെണ്ണ് പറഞ്ഞു, അതെ, ജുറൈജിന്റെ കുട്ടിയാണ്. ഖാല ഉഹ്ദുമു സൗമഅതഹു വഅ്തൂനി ബിഹി. രാജാവ് കൽപ്പിച്ചു, അദ്ദേഹത്തിന്റെ ആ കൂടാരം, ഇബാദത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ആ വീട്, അത് തകർക്കാനും അദ്ദേഹത്തെ പിടിച്ച് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാനും രാജാവ് കൽപ്പിച്ചു. ഫളറബു സൗമഅതഹു ബിൽഫുഊസി ഹത്താ വഖഅത്. നാട്ടുകാരൊക്കെ വന്ന് അദ്ദേഹത്തിന്റെ ആ കൂടാരം തച്ച് തകർത്തു, കോടാലി കൊണ്ട് വെട്ടി അത് നശിപ്പിച്ചു. ഫജഅലു യദഹു ഇലാ ഉനുഖിഹി ബിഹബ്ലിൻ. അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും പിരടിയിലാക്കിയിട്ട് അവർ കെട്ടി. എന്നിട്ട് രാജാവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ثم انطلق به فمر به على المومسات فرآهن فتبسم. അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ആ വേശ്യപ്പെണ്ണുണ്ട് രാജാവിന്റെ സന്നിധിയിൽ, എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ അവിടെ നിന്നു. എന്നിട്ട് ആ വേശ്യപ്പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇദ്ദേഹം ചിരിച്ചു. വഹുന്ന യൻദുർന ഇലൈഹി ഫിന്നാസ്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കണം എന്താണ് സംഭവിക്കാന്നുള്ളത്. ഇദ്ദേഹം ഇങ്ങനെ ചിരിക്കുകയാണ്. ഇദ്ദേഹം ചോദിച്ചു, അൻതി തസഅമീന? ഖാലത് നഅം. നീയാണോ പറയുന്നത്? വേശ്യയോട് ചോദിക്കണം, നീയാണോ പറഞ്ഞത് ആ കുട്ടി എന്റേതാണെന്ന്? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, അതെ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഐന ഹാദ സഗീർ? ആ കുട്ടി എവിടെ? ഖാലു ഹാദാ ഫീ ഹിജ്രിഹാ ഫഅഖ്ബല അലൈഹി. അപ്പൊ പെണ്ണോട്, ഇത് എൻ്റെ മടിയിൽ ഇരിക്കുന്ന കുട്ടിയാണ്, നിന്റേതാണിത്. അപ്പൊ അദ്ദേഹം ഫഅഖ്ബല അലൈഹി, ആ കുട്ടിയുടെ അടുക്കലേക്ക് പോയി പറഞ്ഞു, മൻ അബൂക? അദ്ദേഹം യഖീനോടുകൂടി ചോദിച്ചു, മൻ അബൂക? നിന്റെ ഉപ്പാരാ? ഖാല റാഇ അൽ ബഖർ. അപ്പൊ ആ മടിയിലിരുന്ന ചെറിയ കുട്ടി, ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ആ കുട്ടി പറഞ്ഞു, റാഇ അൽ ബഖർ, ആ പശുവിനെ മേച്ച് നടക്കുന്ന ആളാണ് എൻ്റെ പിതാവ്. ആ കുട്ടി സംസാരിച്ചു. ഖാല അൽ മലിക് അന ജഅലു സൗമഅതക മിൻ ദഹബിൻ. അപ്പം കാര്യം വെളിവായി, ആ ചെറിയ കുട്ടി സംസാരിച്ചു, എൻ്റെ ഉപ്പാരാണ്. അപ്പം ആ രാജാവ് ചോദിച്ചു ജുറൈജിനോട്, നമ്മളാ തകർത്ത നിന്റെ ആ വീടുണ്ടല്ലോ, അത് സ്വർണം കൊണ്ട് പണിയിച്ചു തരാം.
കാരണം അവർക്കൊരു അത്ഭുതം തോന്നി, ഒരു കറാമത്താണല്ലോ അത്. ചെറിയ കുട്ടി അദ്ദേഹത്തിന് വേണ്ടി സാക്ഷി നിന്നെന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞില്ല, വേണ്ട. ഖാല മിൻ ഫിദ്ദത്തിൻ, വെള്ളി കൊണ്ട് പണിത്. അദ്ദേഹം വീണ്ടും പറഞ്ഞില്ല, ഫമാ നജഅലുഹാ ഖാല റുദ്ദൂഹാ കമാ കാനത്. അപ്പോൾ രാജാവ് ചോദിച്ചു, പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അപ്പം അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണോ അതുണ്ടായത് അതേപോലെ എനിക്ക് പണി തന്നാൽ മതി. ഖാല ഫമല്ലദീ തബസ്സംത. അപ്പം രാജാവ് ചോദിച്ചു, നീ എന്തിനാണ് ചിരിച്ചത്? രാജാവിനൊരു സംശയം. ആകെ നാണം കെട്ടി ഇരിക്കേണ്ട സമയം, തലതാഴ്ത്തി നിൽക്കേണ്ട സമയമാണ്, പക്ഷെ അദ്ദേഹം പുഞ്ചിരിക്കാണ് ചെയ്തത്. അപ്പൊ നീ എന്തിനാണ് ചിരിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അംറൻ അറഫ്തുഹു, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. എന്താണത്? അദറകത്നി ദഅവതു ഉമ്മി, അന്ന് എൻ്റെ ഉമ്മ എനിക്കെതിരെ ദുആ ചെയ്തത് ഇന്ന് സംഭവിച്ചിരിക്കുന്നു. അത് ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. എൻ്റെ ഉമ്മ എനിക്കെതിരെ ദുആ ചെയ്തു, അതെൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു. ഉമ്മാനെ വിചാരിച്ചാണ് ഞാൻ ചിരിച്ചത്. സുമ്മ അഖ്ബറഹും, പിന്നെ ആ സംഭവം അദ്ദേഹം ജനങ്ങൾക്കും, ആ രാജാവിനും ആ ജനങ്ങൾക്കും പറഞ്ഞു കൊടുക്കാം. ഇതാണ് ഹദീത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹായ ഒരു സംഭവമാണ്. ഈ ഹദീത്തിൽ നിന്നും മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഉമ്മ വിളിച്ചു. ഇദ്ദേഹം നിസ്കാരത്തിലാണ്, സുന്നത്ത് നിസ്കാരത്തിലാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലിങ്ങനെ തോന്നി, ഉമ്മാരെ വിളിക്ക് ഉത്തരം നൽകണോ അതോ നിസ്കാരം തുടരണോ? അദ്ദേഹം ഒരു ആബിദായതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തിന് പ്രാധാന്യം കൊടുത്തു? നിസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തു. അദ്ദേഹം ഒരു ആലിമാണെങ്കിൽ, ഖുർആനും സുന്നത്തും അറിയുന്ന ഒരാളാണെങ്കിൽ നിസ്കാരം കൈവിട്ടിട്ട് ഉമ്മാരെ വിളിക്ക് ഉത്തരം നൽകിയേനെ. ഇൽമുള്ളവർ ശൈത്താനെ പിഴപ്പിക്കാൻ ഭയങ്കര പണിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഇമാം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബി പറഞ്ഞു, ഒരു ആലിന് മരണപ്പെടുന്നത് 1000 ആബിദുകൾ മരണപ്പെടുന്നതിനേക്കാൾ എനിക്ക് പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒരു ആലിന്, ഖുർആനും സുന്നത്തും അറിയുന്ന ഒരാൾ, അദ്ദേഹം മരണപ്പെടുന്നത് എനിക്കുണ്ടാക്കുന്ന വേദന 1000 ആബിദുകൾ, സാധാരണ ആൾക്കാർ മരണപ്പെടുന്നതിനേക്കാൾ എനിക്ക് വേദന ഉണ്ടാകും. കാരണം ആലിമീങ്ങൾ ആ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, പിശാചിന് പിടുത്തം കൊടുക്കാൻ കഴിയില്ല. ഇൽമുള്ള ആൾക്കാർക്ക് നമുക്ക് കാണാൻ കഴിയും. ഇൽമുള്ള ആൾക്കാരെ പഴപ്പിക്കാൻ വലിയ പണിയാണ് പിശാചിന്, വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഉമ്മത്തിലേക്ക് ഖിയാമത്ത് നാൾ വരുന്നതിൻ്റെ മുമ്പായിട്ട് വ്യഭിചാരം അധികമാവുകയും അതേപോലെ തന്നെ ജഹല് വ്യാപിക്കുകയും ചെയ്യും. ഇൽമില്ലായ്മ, അറിവില്ലായ്മ, ഖുർആന്റെയും സുന്നത്തിന്റെയും അറിവില്ലായ്മ വ്യാപിക്കും. അത് ഈ ഉമ്മത്തിന് വരുന്ന വലിയൊരു അപകടമാണ്. ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ അപകടം ജഹലാണ്, അറിവില്ലായ്മയാണ്, ഖുർആനും സുന്നത്തും അറിയാതിരിക്കലാണ്. അങ്ങനെ അറിയാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. കാരണം ഖുർആനും സുന്നത്ത് അറിയുന്നവർ അതനുസരിച്ച് അമൽ ചെയ്യൂല, അത് ജനങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ സ്വയം അമൽ ചെയ്യാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഇൽമില്ലാത്തൊരവസ്ഥ വന്നാൽ അത് ഈ ഉമ്മത്തിന്റെ നാശത്തിന്റെ തുടക്കമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൽ നിന്നും ഇൽമിനെ ഉയർത്തും. അത് ഒരു സുപ്രഭാതം കൊണ്ട്, ഒരു സുപ്രഭാതത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഇൽമിനെ ഉയർത്തുന്നതല്ല, മറിച്ച് ഈ ഉമ്മത്തിൽ നിന്നും ഇൽമിനെ അല്ലാഹു ഉയർത്തുന്നത് ബിഖബ്ദിൽ ഉലമാ, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ്. പണ്ഡിതന്മാർ മരണപ്പെടുക, പകരം അതിന് തുല്യമായിട്ട് ഇൽമുള്ള ഒരാൾ ഈ ഉമ്മത്തിലേക്ക് കടന്നു വരുന്നില്ല. ഒരു നാട്ടിൽ ഇൽമുള്ള ഒരാളുണ്ട്, ആ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പരിഹാരം കാണും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും. ആ നാട്ടിലെ ജനങ്ങൾക്ക് ദീൻ അദ്ദേഹം പഠിപ്പിക്കും. എന്താണ് ഖുർആൻ പറയുന്നത്, എന്താണ് സുന്നത്ത്, ആ നാട്ടിൽ ഖുർആനും സുന്നത്തും അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തിലൂടെ ആ ജനങ്ങൾ ഉത്ബുദ്ധരാകും, ഇൽമുള്ളവരാകും. അദ്ദേഹം മരണപ്പെട്ട് നീങ്ങിയാൽ അദ്ദേഹത്തിന് പകരമാത്മ നാട്ടിൽ ഇൽമു പഠിപ്പിക്കാൻ ഒരാൾ വരുന്നില്ല എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നാശമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഉലമാക്കൾ ഓരോന്നോരോന്നായിട്ട് മരണപ്പെടും. ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ അറിവില്ലാത്തവരെ, ഇൽമില്ലാത്തവരെ നേതാക്കന്മാരായി സ്വീകരിക്കും. ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, ദീനിന്റെ വിഷയങ്ങൾ അവരോട് ചോദിക്കപ്പെടും. അപ്പൊ അവരെന്ത് ചെയ്യും? ഇൽമില്ലാതെ ദീനിന്റെ വിഷയങ്ങൾ ഫത്വകൾ നൽകും. അറിയല്ല,
അവിടുന്ന് ഇവിടുന്ന് കേട്ട അറിവനുസരിച്ച് അവർ ദീനിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. ഫദല്ലു ഫഅദല്ലു, അവർ സ്വയം പിഴക്കുകയും ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. അത് ഈ ഉമ്മത്തിന്റെ വലിയ നാശ, ഇൽമില്ലാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് സാഹിബ് ജുറൈജിന് അങ്ങനെ സംഭവിച്ചത്. അദ്ദേഹം ഇൽമുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിസ്കാരം നിർത്തി ഉമ്മാരെ വിളിക്ക് ഉത്തരം നൽകുമായിരുന്നു. ചില ആൾക്കാരുണ്ട് യാത്രയിൽ ഖസ്റാക്കി നിസ്കരിക്കലാണ് അഫ്ളൽ. ഖസ്ർ എന്നാൽ 2 റക്അത്ത്, 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുന്നതാണ് ഖസ്ർ എന്ന് പറയാം. അപ്പൊ യാത്രയിൽ ഖസ്ർ നിസ്കരിക്കലാണ് അഫ്ളൽ. 4 നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി എന്തിനാണ്? 2 നിസ്കരിക്കുന്നതാണ്. ചില സാധാരണക്കാരെന്ത് ചെയ്യും? അവർക്ക് മനസ്സ് അനുവദിക്കൂല ചുരുക്കി നിസ്കരിക്കാൻ. അപ്പൊ നമ്മളെന്തോ ഒരു ലാഭം എടുക്കുന്നത് പോലെ തോന്നിയിട്ട് എന്ത് ചെയ്യും? എത്ര പ്രയാസമാണെങ്കിലും 4 നിസ്കരിക്കും. ശരിക്കും അവർ ചെയ്യുന്നത് അഫ്ളൽ ഒഴിവാക്കിയിട്ട് അതിനേക്കാൾ താഴ്ന്ന കാര്യം ചെയ്യാം. ഇൽമുള്ളവരാണെങ്കിലോ അഫ്ളലേ ചെയ്യുള്ളൂ. അതാണ് ഇൽമിന്റെ വ്യത്യാസം. അതാണ് ഇവിടെ സുറൈജിന് സംഭവിച്ചത്. അപ്പം നിസ്കാരത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകി. നിസ്കാരല്ലേ, നിസ്കാരത്തിനേക്കാൾ ഉമ്മാരെ വിളിക്ക് ഉത്തരം നൽകണം. ശരിക്കും അറിവുള്ള ഒരാൾ ഉമ്മാരെ വിളിക്ക് ഉത്തരം നൽകൽ വാജിബാണ്. ഈ നിസ്കരിക്കുന്നതോ സുന്നത്താണ്. അപ്പൊ ഒരു സുന്നത്തും ഒരു വാജിബും വന്നാൽ എന്തിനെ മുന്തിക്കണം? വാജിബിനെ മുന്തിക്കണം. മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ ഏടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉമ്മാരെ വിളിക്ക് ഉത്തരം നൽകുക എന്നുള്ളത് വാജിബാണ്. മാതാപിതാക്കളെ അനുസരിക്കൽ വാജിബാണ്. ഒരു സുന്നത്തിനെ വിട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? വാജിബിനെ വിട്ടിട്ട് ഒരു സുന്നത്തിലേക്ക് തിരിയാൻ പാടില്ല. അത് വലിയ അബദ്ധമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണെങ്കിലും മാതാപിതാക്കളെ മുന്തിക്കേണ്ടടുത്ത്, അവരോട് ചോദിക്കേണ്ടടുത്ത്, അവരുടെ അനുവാദം വാങ്ങേണ്ടടുത്ത് അത് വാങ്ങണം. അവരെ മുന്തിക്കണം, അവരോട് ചോദിക്കണം, കാര്യങ്ങൾ അന്വേഷിക്കണം. അത് ചെയ്യാതെ മറ്റൊന്നിലേക്ക് നമ്മൾ കടന്നാൽ വാജിബ് ഒഴിവാക്കിയിട്ട് സുന്നത്തിലേക്ക് പോകുന്നതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി ജിഹാദിന് വേണ്ടി വന്നു. റസൂൽ എന്ത് ചെയ്തു? സഹാബിയെ തിരിച്ചയച്ചു. ഉമ്മാന്റെ അടുത്തേക്കും ഉപ്പാന്റെ അടുത്തേക്കും ആ സഹാബിയെ തിരിച്ചയച്ചു. അപ്പോൾ ജിഹാദ് പോലും നിർബന്ധമാകുന്നത് എപ്പോഴാണ്? മാതാപിതാക്കളുടെ അനുവാദം ഉണ്ടെങ്കിലാണ്. അത് വാജിബാണ്. അത് മുന്തിക്കണം. അതാണ് ഹദീസ്. അടുത്ത ഹദീസ് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു സഹാബി ധരിക്കുന്ന ഹദീസാണ്. جاء أعرابي فقال يا نبي الله علمني عملا يدخلني الجنة. ഒരു അഅറാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് താങ്കൾ ഒരു അമല് പറഞ്ഞു, ഒരു ഇബാദത്ത്, ഞാനത് ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പോകണം. അപ്പൊ റസൂൽ ചോദിച്ചു, ലഇൻ കുൻത അഖ്സർതൽ ഖുത്ബ ലഖദ് അഅറൽതൽ മസ്അല. നീ ചെറിയ ചോദ്യമാണ് ചോദിച്ചത്, ചെറിയ വാക്ക് അല്ലേ. ഒരു അമല് പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള ആ ചോദ്യത്തിന്റെ അർത്ഥം വലിയ ഗാംഭീര്യമുള്ള വിഷയം, വലിയ വിഷയമാണ് ചോദിച്ചത്. പക്ഷെ വാക്കുകളോ ചുരുങ്ങിയ വാക്കാണ്. അത് റസൂൽ പറഞ്ഞു, ഈ 2 വാക്കുകളാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അപ്പൊ വന്ന ആള് ചോദിച്ചു, അവലൈസത വാഹിദ. അല്ലാഹുവിന്റെ റസൂൽ ഈ 2 വാക്കും ഒന്നാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, ഒന്ന് ഇത്ഖുൽ നസമതി അൻ തഅതിഖൻ നസമ. അഅതിഖൻ നസമ എന്ന് പറഞ്ഞാൽ നീ അടിമയെ മോചിപ്പിക്കുക. ദീൻ ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള ഒരു അമലാണ് അടിമയെ മോചിപ്പിക്കുക. രണ്ടാമത്തേത് വഫുക്കർ റഖബ എന്ന് പറഞ്ഞാൽ അൻ തുഈന അല റഖബ, അടിമയെ മോചിപ്പിക്കാൻ നീ സഹായിക്കുക. ഈ 2 കാര്യങ്ങൾ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഫൈഉ അലാ ദിർ റഹിം, നിന്റെ സമ്പത്ത് കുടുംബക്കാർക്ക് വേണ്ടി നീ ചെലവഴിക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ലം തുതിഖ് ദാലിക ഫഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. അങ്ങനെ നിന്റെ സമ്പത്ത് നിനക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സമ്പത്തില്ലെങ്കിൽ
നിന്റെ കുടുംബക്കാർക്ക് വേണ്ട രീതിയിൽ സമ്പത്ത് ചെലവഴിക്കാൻ നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ വഅ്മുർ ബിൽ മഅറൂഫ്, നീ അവരോട് നന്മ കൽപ്പിക്കുക. വൻഹ അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക. ഫഇൻ ലം തുതിഖ് ദാലിക ഫുക്ക ലിസാനക ഇല്ലാ മിൻ ഖൈരിൻ, അതിനും നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നിന്റെ കുടുംബക്കാരോട് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? ഫകുഫ ലിസാനക ഇല്ലാ മിൻ ഖൈർ, നിന്റെ നാവിനെ സൂക്ഷിക്കുക. ഖൈറിന് വേണ്ടി മാത്രം നാവ് ഉപയോഗിക്കുക. നിന്റെ ഷർറ് ഇല്ലാതിരിക്കുക. മറ്റുള്ളവരെ സംബന്ധിച്ച് നല്ലത് പറയുക, നാവിനെ ഒതുക്കി വെക്കുക. അപ്പം കുടുംബബന്ധം നന്നാക്കാൻ, കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് എന്ത്? വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. സ്വന്തം കുടുംബക്കാരോട് എന്ത് ചെയ്യണം? നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദയ്യൂത്ത് എന്ന വിഭാഗത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ലാനത്തിന്, അള്ളാഹുവിൻ്റെ കോപത്തിനിരയാകുന്ന, അള്ളാഹുവിൻ്റെ ശാപത്തിനിരയാകുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം അള്ളാഹു നോക്കൂല, മഗ്ഫിറത്ത് അള്ളാഹു കൊടുക്കൂല. അങ്ങനത്തെ ഒരു വിഭാഗം ദയ്യൂസ്. സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ആരാണ് ഈ ദയ്യൂസ്? ഇപ്പൊ പറഞ്ഞു, സ്വന്തം കുടുംബത്തില് നീചവൃത്തികൾ കാണുമ്പോൾ അതിനെ എതിർക്കാത്തവൻ. കുടുംബത്തില് ഭാര്യയുടെ അടുക്കല്, പെമ്മക്കളുടെ അടുക്കല്, അവരുടെ അടുക്കലൊക്കെ സുന്നത്തിനെതിരായ, ദീനിനെതിരായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ എതിർക്കാതിരിക്കുന്നവൻ, അവനാണ് ദയ്യൂസ്. ദയ്യൂസിന്റെ വാക്കെടുത്ത് എന്താണ്? പങ്കോന്തൻ. അതറിയില്ലേ? പങ്കോന്തൻ എന്ന് പറയില്ലേ? സ്വന്തം ഭാര്യനോട് എതിർക്കാൻ കഴിയാൻ കൽപ്പില്ലാത്തവൻ, ഭാര്യ തെറ്റ് ചെയ്യാൻ, ഹറാമ് ചെയ്യാൻ, അതിനെ എതിർക്കാൻ കഴിവില്ലാത്തവൻ, അല്ലെങ്കിൽ അത് കണ്ടിരിക്കുന്നവൻ, അത് അനുവാദം കൊടുക്കുന്നവൻ. സ്വന്തം പെമ്മക്കള് ഹറാമുകൾ ചെയ്യാൻ, ദീനിന്റെ സംസ്കാരം വിട്ട് പോവാൻ, അത് നോക്കി നിൽക്കുന്നവൻ, അത് എതിർക്കാൻ കഴിയാത്തവൻ ആണ് ദയ്യൂസ്. അള്ളാഹുവിന്റെ ശാപത്തിനിരയാവനാണ് അവൻ, അള്ളാഹുവിന്റെ കോപത്തിനിരയാവൻ. നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട്. പെമ്മക്കളുടെ വേഷവിധാനം കാണും, അവരുടെ സംസ്കാരം കാണും, ദീനെല്ലാം അവർ ദീനിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, ഹറാമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കൂട്ടുകാരും അവരുടെ ബന്ധങ്ങളും അതൊക്കെ ഹറാമിൻ്റെതാണെന്ന് കണ്ടിട്ടും അത് എതിർക്കാൻ കഴിയാതെ, അത് തിരുത്താൻ കഴിയാത്ത ബാപ്പമാരിന്ന് കുറേ ഉണ്ട്. പെമ്മക്കളുടെ കോലെന്താണ്? കോളേജിൽ പഠിക്കുന്നതൊക്കെ വലിയ വലിയ വയസ്സുള്ള കല്യാണപ്രായമുള്ള പെൺകുട്ടികളാണ്. അവരിന്ന് അന്യപുരുഷന്മാരുടെ കൂടെ ഒന്നിച്ചിരിക്കാണ്, സംസാരിക്കാണ്, സ്വന്തം ജ്യേഷ്ഠാഞ്ചന്മാരെപ്പോഴാണ് പെരുമാറുന്നത്. അതൊക്കെ നോക്കിയിരിക്കുന്ന ദയ്യൂസന്മാർ, ബാപ്പമാർ, തിരുത്താൻ കഴിയാതെ. അതാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യമാരും അന്യപുരുഷമായി കൂടിക്കലർന്ന് ജീവിക്കാൻ, ഒരു സംസ്കാരമില്ലാതെ, ദീനിന്റെ ചിട്ടവട്ടങ്ങൾ സൂക്ഷിക്കാതെ, ഔറത്തില്ലാതെ, ഔറത്ത് മറക്കാതെ, അതൊക്കെ നോക്കി നിൽക്കുന്ന, എതിർക്കാൻ കഴിയാത്ത ആൾക്കാർ, അവരാണ് ദയ്യൂസ്. അങ്ങനെ ആകാൻ പാടില്ല. ഒന്നുകിൽ അവർ ഭാര്യനെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ മക്കളെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ പറയാൻ ധൈര്യമില്ലായിട്ട്. അതാകാൻ പാടില്ല ഭർത്താക്കന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചവരാണവർ, അല്ലാഹുവിന്റെ റഹ്മത്തില്ലാത്തവരാണവർ. അപ്പോൾ കുടുംബബന്ധം ചേർക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? കുടുംബക്കാരുടെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. എന്തുണ്ടെങ്കിലും നമ്മൾ ബാക്കിയാക്കുന്നവരെയാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ മരണപ്പെട്ടു പോയാൽ, നമ്മളിങ്ങനെ ഒരു കുടുംബത്തെ, നമ്മൾ കല്യാണം കഴിച്ചു, നമുക്ക് മക്കളുണ്ടായി, ആ മക്കളെയും ഭാര്യയും നമ്മുടെ കീഴിലാണ് നമ്മൾ വളർത്തുന്നത്. നമ്മളിങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരാണ്. ആ മക്കൾ വളർന്ന് വലുതായി, ആ മക്കളെ സംസ്കാരം പഠിപ്പിക്കേണ്ടതും ദീൻ പഠിപ്പിക്കേണ്ടതും ഖുർആനും സുന്നത്തും പഠിപ്പിക്കേണ്ടതും നമ്മളെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നമ്മൾ മരണപ്പെട്ടു പോകുമ്പം നമ്മളൊരു കുടുംബത്തെ ബാക്കിയാക്കുന്നുണ്ട് അവിടെ. ആ കുടുംബം ദീനിയായ കുടുംബമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ നഷ്ടമാണ് നമുക്ക്. നേരെ മറിച്ച് ആ കുടുംബം ഖുർആനും സുന്നത്തും അറിയുന്ന, ദീനനുസരിച്ച് ജീവിക്കുന്ന പെണ്ണാണ്. മക്കളൊക്കെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, നിസ്കാരം ശ്രദ്ധിക്കുന്നവരാണ്, ഖുർആനും സുന്നത്തും അറിയുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു കുടുംബത്തെയാണ് നാം ബാക്കിയാക്കി പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖബറിൽ അങ്ങോട്ട് കിട്ടും. നേരെ മറിച്ച് ദീൻ അറിയാത്ത, ഖുർആനും സുന്നത്തും അറിയാത്ത, അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബാക്കളെയും പരിചയമില്ലാത്ത ഒരു വിഭാഗം കുടുംബത്തെയാണ്, ഭാര്യമാരെയും മക്കളെയുമാണ് നാം ബാക്കിയാക്കി പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ തിക്തഫലം നാളെ ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഖൈറുകൾ ബാക്കിയാക്കണം. അതിന് ഏറ്റവും പ്രധാനം നമ്മുടെ കുടുംബമാണ്, നമ്മുടെ മക്കളാണ്. ആ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് നാമാണ്.
നാം തീരുമാനിക്കണം എങ്ങനെയാണ് മക്കൾ വളരേണ്ടത്. ഇസ്ലാമിക സംസ്കാരത്തിലാണ് ആ മക്കളെ വളർത്തുന്നതെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ പ്രതിഫലം നമ്മുടെ ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കും. ആ മക്കളിലൂടെ നല്ലൊരു തലമുറ ഉണ്ടാവും. ഇസ്ലാമിക സംസ്കാരമുള്ള ഈ സുന്നത്തറിയുന്ന, ഖുർആനും സുന്നത്ത് അറിയുന്ന ഒരു കുടുംബം നമ്മൾ ബാക്കിയാക്കി പോയാൽ അവർക്ക് പുറകിൽ വരുന്ന കുടുംബവും അതേപോലെ ഉണ്ടാവും. ദീനനുസരിച്ചുള്ള കുടുംബമായിരിക്കും. ആ ഒരു തലമുറ ദീനനുസരിച്ചുള്ള തലമുറയായിരിക്കും, ദീനിന്റെ സംസ്കാരമുള്ളവളായിരിക്കും. അതിൻ്റെയൊക്കെ പ്രതിഫലം നാളെ ആഖിറത്തിൽ ഖബറിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നേരെ തിരിച്ചും ആലോചിച്ച് നോക്കിയാൽ, ദീൻ അറിയാത്ത, ഖുർആൻ അറിയാത്ത, റസൂലിനെ അറിയാത്ത, സഹാബാക്കളെ സംബന്ധിച്ച് പരിചയമില്ലാത്ത വെറും ദുനിയാവിൻ്റെ ആൾക്കാരായിട്ട്, ദുനിയാവ് മാത്രം സംസാരിക്കുകയും ദുനിയാവിൻ്റെ ചിന്തയുമായിട്ട്, ദുനിയാവിൻ്റെ ആൾക്കാരുമായിട്ട് ദീനിൻ്റെ സംസ്കാരം തൊട്ട് നീണ്ടാത്തൊരു കുടുംബത്തെയാണ് നാം ബാക്കിയാക്കി പോകുന്നതെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന അടുത്ത തലമുറ അതിനേക്കാൾ മോശമായിരിക്കും. അതിൻ്റെ തലമുറ അതിനേക്കാൾ മോശമായിരിക്കും. അതിൻ്റെയൊക്കെ പാപഭാരം ആര് വഹിക്കേണ്ടി വരും? നമ്മൾ ഖബറിൽ വഹിക്കേണ്ടി വരും. അവിടെ നിന്ന് അങ്ങോട്ട് അത് വലിയ ഗൗരവത്തിൽ ആലോചിക്കണം. മക്കളെ വളർത്തുമ്പോൾ, കുടുംബത്തെ വളർത്തുമ്പോൾ, ഒരു കുടുംബം നന്നാക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. പക്ഷെ ശേഷമുള്ള ഹദീസുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. ആ രീതിയിലായിരിക്കും നമ്മൾ കുടുംബം ഉണ്ടാക്കേണ്ടത്, നന്മകൾ ബാക്കിയാക്കേണ്ടത്. പഠിപ്പിക്കണം അവരെ, മക്കളെ, പ്രത്യേകിച്ച് പെൺമക്കളെ. പക്ഷെ അതിനുശേഷം അതിൻ്റെ ഹദീസുകൾ വരുന്നുണ്ട്. അടുത്തതൊരു ഹദീസ്, നമ്മൾ കുടുംബ ബന്ധങ്ങളെ തിരിച്ചറിയണം. നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കുടുംബ ബന്ധത്തെ തിരിച്ചറിയാതെ പോകും. നമ്മൾ പഴമക്കാർക്ക് ഇങ്ങനെ ബന്ധം പറയാൻ കഴിയും, നമുക്കോ നമ്മളാ വീട്ടിൻ്റെ ചുറ്റുപത്തുള്ള ബന്ധങ്ങളെ ഉള്ളൂ, അതിനപ്പുറം പോകാൻ കഴിയുന്നില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നേരെ എതിരാണ്. ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് പറയാണ്, തഅല്ലമു അൻസാബകും ثم صلوا أرحامكم والله إنه لا يكون بين الرجل وبين أخيه شيء ولو يعلم الذي بينه وبينه من داخلة الرحم لأوزعه ذلك عن انتهاكه. തഅല്ലമു അൻസാബകും, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ നസബിനെ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഉപ്പാര ബന്ധത്തിലൂടെ വരുന്ന ബന്ധുക്കൾ നിങ്ങൾ പഠിക്കുക. ആരൊക്കെയാണ് ബന്ധുക്കൾ, ആരൊക്കെയാണ് നമ്മളൊരു ബന്ധം സ്ഥാപിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ബന്ധമുള്ളത്, നസബിനെ സംബന്ധിച്ച് പഠിക്കാൻ, നമ്മുടെ പാരമ്പര്യത്തെ പഠിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ثم صلوا أرحامكم, പിന്നെന്ത് ചെയ്യണം? ആ ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കണം. ثم صلوا أرحامكم, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുകയും വേണം. ബന്ധം ഉണ്ടായതുപോലെ ആ ബന്ധം നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. ഇങ്ങനെ അറിഞ്ഞു വെച്ചാൽ മാത്രം പോരാ, അത് നിങ്ങൾ ബന്ധം സ്ഥാപിക്കുകയും വേണം. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫദു അൻസാബകും, നിങ്ങളുടെ നസബിനെ നിങ്ങൾ മനഃപ്പാടമാക്കണം, നിങ്ങളുടെ കുടുംബ പാരമ്പര്യം നിങ്ങൾ അറിയണം. തസിലു അർഹാമക്കും, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുകയും വേണം. فإنه لا بعد بالرحم إذا قربت وإن كانت بعيدة, കുടുംബബന്ധം ചേർത്താൽ, ബന്ധം സ്ഥാപിച്ചാൽ അത് എത്ര വിദൂരമായ ബന്ധമാണെങ്കിലും അത് അടുത്തായിരിക്കും. നമ്മൾ അളയപ്പാര, മൂത്താപ്പാര, മോൻ്റെ എങ്ങനെ ബന്ധം വിദൂരമായ ബന്ധമാണെങ്കിലും ആ ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ അത് അടുത്തായിരിക്കും. നേരെ തിരിച്ച് വലാ ഖുർബ ബിഹാ ഇദാ ബുഇദത്, ആ ബന്ധം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അത് എത്ര അടുത്ത ബന്ധമാണെങ്കിലും വിദൂരത്തായിരിക്കും. അല്ലേ? ഒന്ന് ആലോചിച്ചൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര ഹക്കാണ് നമ്മുടെ ജീവിതത്തിൽ. ഇന്നത്തെ സമൂഹത്തിന് രണ്ട് തലമുറ അറിയാൻ, അപ്പുറത്തെ ആൾക്കാർ അറിയില്ല. ഒന്നുകിൽ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന കുടുംബക്കാരെ അറിയാം, വിദൂരമായ കുടുംബക്കാരെ അറിയില്ല. ചിലപ്പോൾ വിദൂരമായ കുടുംബമായിരിക്കും, ബന്ധം ചേർത്താൽ നല്ല അടുത്ത ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നല്ല അടുത്ത ബന്ധുക്കളായിരിക്കും, അടുത്ത കുടുംബക്കാരായിരിക്കും. പക്ഷെ നമ്മൾ യാതൊരു ബന്ധമില്ലാത്തൊരവസ്ഥ, അവർ എത്രയോ വിദൂരത്തായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു റഹിമിൻ ആതിയത്തുൻ യൗമൽ ഖിയാമത്തി അമാമ സാഹിബിഹാ. അവിടെയാണ് ഗൗരവം, നമ്മൾ ആലോചിക്കേണ്ട അവിടെയാണ്.
വകുല്ലു റഹിമിൻ, എല്ലാ കുടുംബ ബന്ധങ്ങളും, ആതിയത്തുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് വരും, അമാമ സാഹിബിഹ, അതിൻ്റെ ആൾക്കാരുടെ അടുക്കലേക്ക്, തഷ്ഹദു ലഹു ബിസിലത്തിൻ, അവൻ കുടുംബ ബന്ധം പുലർത്തിയതാണെങ്കിൽ അവൻക്ക് അനുകൂലമായിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷി നിൽക്കും. വഅലൈഹി ബിഖതിഅത്തിൻ, അവൻ ബന്ധം വിച്ഛേദിച്ചവനാണെങ്കിൽ, ബന്ധമില്ലാത്തവനാണെങ്കിൽ അവനിക്കെതിരെയും ആ കുടുംബ ബന്ധം അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷി നിർത്തും. ഇൻ ഖതഅഹ, അതിനെ വിച്ഛേദിച്ചതാണെങ്കിൽ. മുമ്പത്തെ ഹദീസ് നമ്മൾ വായിച്ചു, കുടുംബ ബന്ധത്തിന്റെ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് നമ്മളെ ബന്ധങ്ങൾ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം. ദൂരമായ ബന്ധങ്ങളാണെങ്കിലും ആ ബന്ധം നമ്മൾ കണ്ടിട്ട് നമ്മളെ മക്കൾ പഠിക്കാം. നമുക്ക് ബന്ധം ഉണ്ടാവില്ല, അതുപോലെ മക്കൾക്കും ഉണ്ടാവില്ല, അതിനേക്കാൾ ചുരുങ്ങും. മക്കളുടെ കാലഘട്ടത്തുമ്പോൾ എന്ത് ചെയ്യും, അതിനേക്കാൾ ചുരുങ്ങും ആ ബന്ധങ്ങൾ. വെറും ആ 4 ചുമരിലുള്ള ബന്ധങ്ങൾ ഒതുങ്ങും. അങ്ങനെ ആകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ. അത് അള്ളാഹു നിശ്ചയിച്ചിരുന്ന ബന്ധങ്ങളാണ്. വിവാഹ ബന്ധം നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. നമ്മളെ കുടുംബ ബന്ധം അത് അള്ളാഹു നിശ്ചയിച്ച ബന്ധമാണ്. നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ ഉമ്മാര് ഉപ്പാര് സഹോദരന്മാര്, അവരുടെ മക്കള്, അതൊക്കെ അള്ളാഹു നിശ്ചയിച്ചിരുന്ന ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളാണ് സ്ഥാപിക്കാൻ അള്ളാഹു കൽപ്പിച്ചത്. അതുകൊണ്ട് അത് വലിയ ഗൗരവത്തിൽ നാം സൂക്ഷിക്കുക. നമ്മുടെ കുടുംബക്കാരെ പോലും ഇങ്ങനെ മക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ എങ്ങനെ വരുന്ന കുടുംബങ്ങളാണ്. ആ കുടുംബബന്ധം ചേർത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം മക്കൾക്ക്. ഇല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നതോട് നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും മക്കൾക്കും ഇല്ലാതായി. അങ്ങനെ ആകാൻ പാടില്ല. നമ്മളെ മരണശേഷവും മക്കളാൽ ആ ബന്ധങ്ങൾ എപ്പോഴും ഊട്ടി ഉറപ്പിക്കുന്നതായിരിക്കണം. അത് നമ്മളെ മക്കളെ പഠിപ്പിക്കുകയും വേണം. അതുകൊണ്ട് കുടുംബ ബന്ധത്തിന് വലിയ പ്രാധാന്യം ഇസ്ലാമിലുണ്ട്. അടുത്ത ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, عن عقبة بن عامر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാൻ. മൻ കാന ലഹു 3 ബനാത് വസബറ അലൈഹിൻ